അസ്സലാമലൈക്കും ഗായ്സ്. അസ്സലാമലൈക്കും മറന്നിട്ടുണ്ടാവും. കുറേ നാളായി. ഇപ്പം 2024 ആയി. അപ്പം 2020 നമ്മൾ ലാസ്റ്റ് വ്ളോഗ് ഇട്ടത്. കൊറോണ ടൈമില് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതും വ്ളോഗ് നിർത്തിയതും 2020 അപ്പം അത് കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് വീഡിയോ ഇടാണ്. അപ്പോൾ കുറച്ച് തപ്പിപ്പിടുത്തൊക്കെ ഉണ്ട്, ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഞങ്ങൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് ശേഷം നമ്മള് യൂട്യൂബ് വെറുതെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ കണ്ടു. അപ്പോൾ ഒരുപാട് നല്ല നല്ല ഒരു മൂമെന്റ്സ് നമുക്ക്, അതായത് 4 വർഷം പിന്നിലോട്ട് നമ്മൾ പോയി. അന്നത്തെ ഒരു കാലഘട്ടവും അന്ന് നമ്മൾ വീഡിയോ ഇട്ട ഒരു എക്സ്പീരിയൻസും അന്ന് നമ്മുടെ ഫേസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡും എല്ലാം നമ്മൾ പോയപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പാത്തിനോട് പറഞ്ഞു, പാത്ത് നമുക്ക് എന്നാൽ വീഡിയോ ഇട്ടാലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി ഒരുപാട് നാളത്തേക്ക് ശേഷം വീണ്ടും റിപ്പീറ്റായിട്ട് കാണുമ്പോൾ ആ ഒരു ഫീലിങ്സ് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ ഒരു വ്ളോഗിലോട്ട് വന്നത്. ഇപ്പോൾ പുതിയ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായി, ജോലിയും ഒക്കെ ആയിട്ട് കുറേയൊക്കെ ബിസി ആയിപ്പോയി. ഇവര് നമ്മളെ യൂട്യൂബിൽ നിന്ന് തന്നെ മാറിപ്പോയി. പിന്നെ എന്തോ ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ല. അന്ന് യൂട്യൂബ് നമ്മൾ തുടങ്ങാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. അങ്ങനെ എന്തോ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതെ, പക്ഷെ എന്തുകൊണ്ടോ നമുക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നൊന്നും തോന്നിയില്ല. വേറെ കുറെ കാര്യങ്ങൾ കൊണ്ട് തിരക്കിലായി പോയി. പിന്നെ അൽഹംദുലില്ലാ ഞങ്ങൾ ഒമാനിലോട്ട് മൈഗ്രേറ്റ് അല്ല, നല്ലൊരു ജോലി കിട്ടി. ഒമാനിലോട്ട് വന്നു. ഇപ്പോൾ ഷഹനാസും വന്നു. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട ഒരു ഇസ ഉണ്ടായിരുന്നല്ലോ, ഇസ ഓർമ്മയില്ലേ? ഇസ ഇപ്പോൾ വലുതായി. അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. ഇസ അന്ന് നിങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ ആ കുട്ടി എത്ര മാസത്തിലായിരുന്നു? ഇസാക്ക് ജസ്റ്റ് നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇസാക്ക് 4 വയസ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. 4 ബർത്ത്ഡേക്ക് മുന്നുള്ള വീഡിയോസ് ആണ് ഇട്ടുണ്ടായിരുന്നത്. 3 വയസ്സ് ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ഇപ്പൊ അതേ ഇസക്കുട്ടി വലിയ കുട്ടിയായി മീൻസ് 8 ഇയേഴ്സ് തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ കുറെ വിശേഷങ്ങളുണ്ടായി. അതിനുശേഷം വേറൊരാളും കൂടി ഉണ്ട്, കുഞ്ഞുസുന്ദരം കൂടി ഉണ്ട്. ഭയങ്കര കുറുമ്പിയാണ് കേട്ടാ. ഇസാനെ പോലെ അല്ല, ഭയങ്കര സൈലന്റ് ആയിരുന്നു. വീഡിയോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് സുന്ദരി. ഇത് ഹായ് പറഞ്ഞേ. ഹായ്, അസ്സലാമലൈക്കും പറഞ്ഞേ. അസ്സലാമലൈക്കും പറഞ്ഞു. ഭയങ്കര കുടുംബത്തി പണ്ടത്തെ ഇസാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അതേപോലെ ഒന്നും അല്ല. പണ്ടത്തെ ഇസ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുമായിരുന്നു, ഇപ്പൊ ഇരിക്കേയില്ല. അപ്പൊ ഇതാണ് പുതിയ വിശേഷങ്ങളൊക്കെ, ഇസ ആൻഡ് ഹെസ. പിന്നെ ഇസ പണ്ട് വ്ളോഗ് സഹകരിച്ച പോലെ ഹെസ സഹകരിക്കുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്ന പോലെ ഉൾപ്പെടുത്താം. ഭയങ്കര കുറുമ്പിയാണ് അല്ലേ? പാവം. പിന്നെന്താ വിശേഷങ്ങള്? ഈ 4 വർഷം കൊണ്ട് കുറേ അപ്ഡേഷൻസ് നടന്നു. പിന്നെന്താ പറയാ, ഒന്നും ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. നമ്മൾ ആ വ്ളോഗ് അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായി അതേപോലത്തെ ഒരു ഇന്നും ട്രാക്കിലാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഒമാനിലാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇനിയുള്ള വ്ളോഗ്സിൽ ഒമാനിലെ വിശേഷങ്ങളൊക്കെ കാണാം പറ്റുന്ന പോലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ്സ് 2020 എടുക്കുന്ന സമയത്ത് കോവിഡ് ആയിരുന്നു, അറിയാലോ. നമ്മൾ വീടിനകത്തോട്ട് ഇരുന്നിട്ടുള്ള ചലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പുറത്തേക്കുള്ള എക്സ്പ്ലോറേഷൻ വളരെ കുറവായിരുന്നു. നമ്മൾ കൊറോണ സമയത്ത് എടുക്കാൻ കാരണം ഒരു ടൈം പാസ് ആയിരുന്നു. അല്ല, നമ്മൾ പുറത്തേക്ക് പോയിട്ടുള്ള പോയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വൈമാളിലൊക്കെ. അല്ലാണ്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പുറത്തേക്കുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അന്ന് നമ്മൾ ചാനൽ തുടങ്ങി കുറച്ച് നാളുകൊണ്ട് നമുക്ക് മോണിറ്റൈസ്ഡ് ആയി. അപ്പം അത്രയും സപ്പോർട്ട് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇനിയുള്ള ടൈമിലും നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മൾ വിശ്വസിക്കുന്നു. ഇല്ല, സപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ് അല്ലേ? അപ്പോൾ ഇനി അപ്കമിങ് ഡേയ്സ് നമുക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ് കാണാം, നല്ല നല്ല വിശേഷങ്ങൾ അറിയാം, നല്ല നല്ല ചാലഞ്ചസ് അറിയാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ വിശേഷം. So we are back.